അപ്പോൾ ഇന്ന് വരെയും ഇവിടെ മുജാഹിദിന്റെ വാദം നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ, ദഅവാ സമ്മേളനം നടത്തിയവരുടേതാണെങ്കിലും പണ്ഡിത സമ്മേളനം നടത്തിയവരുടേതാണെങ്കിലും ആരുടെയെങ്കിലും വാദം നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ, ഇപ്പോൾ പറയുന്ന തൗഹീദ് അവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന മഹാന്മാരായ കരുനാഗപ്പള്ളി ശൈഖുമാരും അതുപോലെ തന്നെ മുൻഗാമികളായ ആളുകളുമെല്ലാം കാഫിരീങ്ങളാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. മാത്രമല്ല, ഞാൻ 2-3 സ്ഥലത്ത് പറഞ്ഞതുപോലെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മങ്കൂസ് മൗലിദ് ശിർക്കാണ്, റാത്തീബ് ഓതൽ ശിർക്കാണ്, ഖുത്ബിയ്യത്ത് ഓതൽ ശിർക്കാണ്. എന്നാൽ തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളി മുസ്ലിമിന്റെ പള്ളിയുണ്ടെന്ന് പറയാൻ വഹാബികൾക്ക് കഴിയുമോ? എല്ലാ പള്ളിയും ശിർക്ക് നടത്തിയ പള്ളികൾ, തെക്കൻ കേരളത്തിലെ എല്ലാ പള്ളിയും റമദാൻ മാസത്തിൽ മങ്കൂസ് മൗലിദ് ഓതുന്ന പള്ളികൾ. ശിർക്ക് നടത്തുന്നതിന് പള്ളി എന്ന് പറയില്ല, അമ്പലമെന്നേ പറയൂ. അതുകൊണ്ട് ഇത്രയേറെ അപകടകരമായ വാദമാണ് ഇവിടെ ഛർദിച്ചിട്ട് പോയതെന്ന വ്യക്തമായ